അധികാരത്തിലേറി മാസങ്ങൾക്കകം തന്നെ കോർപ്പറേറ്റുകൾക്കും സംഘപരിവാർ നയങ്ങൾക്കും മുൻപിൽ UDF സർക്കാർ പൂർണ്ണമായി കീഴടങ്ങിയെന്ന ആക്ഷേപം ഉയർത്തുന്നതായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച കന്നി ബജറ്റ്. നെഹ്റുവിന്റെ പാതിയെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കേരളത്തെ BJPയുടെയും നരേന്ദ്രമോദിയുടെയും സാമ്പത്തിക നയങ്ങളിലേക്ക് വഴി നടത്തുകയാണെന്ന് തെളിയിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുടനീളം ദൃശ്യമാകുന്നത്. ജനക്ഷേമ പദ്ധതികളെ പാടെ തഴഞ്ഞും സംസ്ഥാനത്തിന്റെ ആസ്തികൾ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയും തയ്യാറാക്കിയ ബജറ്റിനെതിരെ ഭരണപക്ഷത്തിനുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. സംസ്ഥാനത്തിന്റെ വികസന നയരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിനെ അട്ടിമറിച്ച് BJP സർക്കാരിന്റെ നീതി ആയോഗ് മാതൃക അടിച്ചേൽപ്പിക്കാനാണ് മുഖ്യമന്ത്രി ബജറ്റിലൂടെ ശ്രമിക്കുന്നത്. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾക്ക് ആസൂത്രണ ബോർഡിൽ പങ്കാളിത്തം നൽകുന്നതിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകാനും ബോർഡിനുമേൽ കാവ്യവൽക്കരണം നടത്താനുമുള്ള ഗൂഢശ്രമമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. മോദിയുടെ ബ്ലൂ ഇക്കോണമി നയങ്ങൾക്ക് പിന്നാലെയാണ് സതീശന്റെ ബജറ്റും സഞ്ചരിക്കുന്നത്. കരിമണൽ ഖനനം, തുറമുഖ നഗര പദ്ധതി, സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങി പ്രകൃതി വിഭവങ്ങളും സർക്കാർ ആസ്തികളും സ്വകാര്യ പങ്കാളിത്തത്തോടെ കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ള പരസ്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തട്ടാൻ UDF കൊട്ടിഘോഷിച്ച ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ജനക്ഷേമ വാഗ്ദാനങ്ങൾ വെറും ജലരേഖയായി മാറി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ബജറ്റിൽ പൂർണ്ണമായി മൗനമാണ് സർക്കാർ പാലിച്ചത്. ഓണറേറിയം 21,000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച് വോട്ട് വാങ്ങിയ ശേഷം ആശാ വർക്കർമാരെ പൂർണ്ണമായി തഴഞ്ഞു. ബജറ്റിൽ ഇവർക്കായി 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഭൂരിഭാഗം സ്ത്രീകൾക്കും ഉപകാരപ്പെടാത്ത രീതിയിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഒതുക്കി. കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉറപ്പാക്കുമെന്ന വമ്പൻ പദ്ധതിക്ക് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് വെറും 10 കോടി രൂപ മാത്രമാണ്. ഇത്രയും കുറഞ്ഞ തുക കൊണ്ട് പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്നതും വലിയ ചോദ്യമാണ്. കഴിഞ്ഞ LDF സർക്കാർ നടപ്പിലാക്കി വന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ UDFന് സാധിക്കുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലും കനത്ത നിരാശയാണ് ബജറ്റ് സമ്മാനിച്ചത്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ കുറിച്ചോ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനെ കുറിച്ചോ ബജറ്റിൽ യാതൊരു പരാമർശവുമില്ല. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ 8 ഗഡുക്കളായി പ്രഖ്യാപിച്ച DA കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യം വെറും 2 ഗഡുവായി സതീശൻ വെട്ടിച്ചുരുക്കി. റബ്ബർ വില 300 രൂപയാക്കുമെന്ന UDF പ്രകടന പത്രികയിലെ വാഗ്ദാനം ലംഘിച്ച് വില 250 രൂപയിൽ ഒതുക്കിയതിനെതിരെ LDF ഘടകകക്ഷി നേതാവ് ജോസ് കെ മാണിയും കടുത്ത വിമർശനം ഉയർത്തി. UDF വാഗ്ദാനം ചെയ്ത കാർഷിക ബജറ്റ് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും തമിഴ്നാടും കർണാടകയും ഇത് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വന്യമൃഗശല്യത്തിൽ UDF സർക്കാർ വന്ന ശേഷം 7 പേർ ആന ചവിട്ടി മരിച്ചിട്ടും തക്കതായ നടപടികൾ ബജറ്റിലില്ല. കേരളത്തിൽ കേന്ദ്രത്തിന്റെ ഭരണം ഉണ്ടാകാതിരിക്കാൻ ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ സൂക്ഷിക്കണമെന്നും സർവകലാശാലകളിലും കോടതികളിലും ഭരണ സംവിധാനത്തിലും കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത വേണമെന്നും ജോസ് കെ മാണി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ ജനസാധാരണക്കാരെയും ജീവനക്കാരെയും കർഷകരെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കും സ്വകാര്യവൽക്കരണ ലോബികൾക്കും പണയം വെക്കുന്ന ഒരു വലതുപക്ഷ കാവ്യ ബജറ്റാണ് UDF സർക്കാർ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്.